ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിമ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ബിരിയാണി മസാലയും ഗരം മസാലയും ഉണ്ടാക്കാമെന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം നമുക്ക് ബിരിയാണി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 13 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സൈസാണ്. നിങ്ങളെടുത്ത് വലുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ഏലക്ക, 1/2 ടേബിൾ സ്പൂണ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഏലക്കയുടെ എണ്ണ നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതേ എണ്ണ തന്നെ ഗ്രാമ്പു എടുക്കുക. ഞാൻ ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് അളന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഏലക്ക 1 ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്താൽ മതിയാകും. 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുത്താൽ അത് കുറച്ച് അധികമായി പോകും. എണ്ണ നോക്കുകയാണെങ്കിൽ ഒരേ എണ്ണത്തിലെടുക്കുക. പിന്നെ ഞാൻ 3 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ സൈസിലുള്ള പട്ട 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലി, 2 ടീസ്പൂണ് സഹജീരകം, 2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ ജാതിക്കയുടെ ഒരു പകുതി ഭാഗം, പിന്നെ ഏകദേശം ഒരു 4 എണ്ണം ജാതിപത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള 13 ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ അന്നന്ന് എടുക്കാനുള്ള ബിരിയാണി മസാലയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ തന്നെ പൊടി യൂസ് ചെയ്യാം. ഇത് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണം, അതായത് ഒന്ന് വറുത്തെടുത്തിട്ട് വേണം ബിരിയാണി മസാല റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം വറ്റൽമുളകും ബേ ലീഫും കൂടെയാണ് ഇട്ടെടുക്കുന്നത്. ഇതൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഏകദേശം റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലേക്ക് മാറ്റുകയാണ്. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ചെറിയ ജീരകവും സഹജീരകവും മല്ലിയും കൂടെ ആണ് വറുത്തെടുക്കുന്നത്. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ചെറിയ ജീരകം സഹജീരകമൊക്കെ ചെറുതായിട്ട് തന്നെ പൊട്ടി തുടങ്ങും. അതാണ് ഇതിൻ്റെ വറവ്. ആ ഒരു സമയത്ത് നമുക്ക് ഇത് മിക്സിയിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാൻ ഏലക്ക, ഗ്രാമ്പു, പട്ട, തക്കോലം, പിന്നെ വലിയ ജീരകം എന്നിവയും കൂടിയാണ് വറുത്തെടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് വറുത്തെടുത്താൽ ചിലതിന് വറവ് കൂടി പോകും. അതാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുത്തത്. അവസാനമായിട്ട് കുരുമുളക്, ജാതിപത്രിക, ജാതിക്ക എന്നിവയും കൂടി വറുത്തെടുക്കുകയാണ്. അപ്പോൾ ആകെ ഞാൻ 4 പ്രാവശ്യമാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഓരോന്നും ഓരോ വിധത്തിലാണ് വറുത്തെടുത്തിട്ടുള്ളത്. ചിലതിന് വറവ് കൂടുതലായിരിക്കും, ചിലതിന് വറവ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്യുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാൻ നോക്കുക. ഇനി ഞാനിതും മിക്സിയിലേക്ക് മാറ്റുകയാണ്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത്. ചൂടോട് കൂടി പൊടിച്ചെടുക്കുന്നില്ല. ചൂടാറിയതിന് ശേഷം ഞാൻ ബിരിയാണി മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഗരം മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 5 ടേബിൾ സ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു. നേരത്തെ പറഞ്ഞ പോലെ എണ്ണ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഏലക്കയുടെ അതേ എണ്ണ തന്നെ ഗ്രാമ്പു എടുക്കുക. സ്പൂണിൽ വെച്ച് അളക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ എന്ന കണക്കിലെടുക്കാം. പിന്നെ പട്ട എടുത്തിട്ടുണ്ട്. ചെറിയ 8 കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് എല്ലാം കൂടിയാണ് വറുത്തെടുക്കുന്നത്. എല്ലാം ഒപ്പമാണ് വറുത്തെടുക്കുന്നത്.
അതിനുവേണ്ടി ഞാനൊരു പാന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കുകയാണ്. ഏകദേശം റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പിന്നെ മിക്സിയിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഗരം മസാലയും റെഡി ആയിട്ടുണ്ട്. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.